വയനാട് വാർത്തകളിൽ നിറഞ്ഞു നിന്നപ്പോൾ കൽപ്പറ്റ നാരായണൻ മാഷ് നമ്മെ പരിചയപ്പെടുത്തിയ ഈ കോന്തല എന്ന പുസ്തകവും ഒരുപക്ഷെ വായനക്കാരുടെ മനസ്സിലേക്ക് എത്തിയിട്ടുണ്ടാവും. കൽപ്പറ്റ നാരായണൻ മാഷ് തൻ്റെ മുണ്ടിൻ്റെ കോന്തലയിൽ പൊതിഞ്ഞ് നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുകയായിരുന്നു വയനാടിനെ. സാധാരണക്കാരൊക്കെ ഓർമ്മ പുസ്തകങ്ങൾ എഴുതുമ്പോൾ അവരവരെക്കുറിച്ചുള്ള ഓർമ്മകളാണ് എഴുതുന്നതെങ്കിൽ കൽപ്പറ്റ നാരായണൻ മാഷിൻ്റെ കോന്തലയിൽ, അദ്ദേഹത്തിൻ്റെ ഈ ഓർമ്മ പുസ്തകത്തിൽ അദ്ദേഹം കൂടുതൽ നമ്മെ പരിചയപ്പെടുത്തുന്നത് വയനാട് എന്ന നാടിനെക്കുറിച്ചാണ്. കുത്തിപ്പറിക്കുന്ന തണുപ്പ്, ഇടമുറിയാത്ത മഴ, രാവുകളെ വീണ്ടും വീണ്ടും ചിരകി ഏകാന്തത കളയുന്ന ചീവീടുകൾ, തീരാത്ത രാവുകൾ, തുടിയൊച്ച കരയിടുന്ന വേനൽ സന്ധ്യകൾ, എപ്പോഴും എന്തെങ്കിലുമൊക്കെ മണ്ണിൽ കുഴിച്ചിടുകയും കുഴിച്ചെടുക്കുകയും ചെയ്യുന്ന വയനാട്ടിലെ കർഷകർ. കാപ്പി പൂത്താൽ ലോകത്തിലെ ഏറ്റവും വലിയ ഉദ്യാനമാകുമത്രേ വയനാട്. അതുപോലെ തന്നെ കുപ്പിച്ചില്ല് പോലും മണ്ണിൽ കുഴിച്ചിട്ടാൽ 3-ാം നാൾ മുളയ്ക്കുമത്രേ വയനാട്ടിൽ. അതാണ് വയനാടൻ മണ്ണിൻ്റെ ഭാവപ്പകർച്ച. ഇങ്ങനെ കൽപ്പറ്റ നാരായണൻ മാഷ് പരിചയപ്പെടുത്തുന്ന വയനാടും അതോടൊപ്പം അവിടുത്തെ ചില മനുഷ്യരും അവരെക്കുറിച്ചുള്ള വളരെ നമുക്ക് താല്പര്യമുള്ള ചില സംഭവങ്ങളുമൊക്കെ ഈ കോന്തലയിലൂടെ പുറത്തു വരികയാണ്. 20 അധ്യായങ്ങളിലായിട്ടാണ് മാഷ് ഈ കോന്തലയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. പക്ഷെ ഓരോന്നും ഓരോ കഥ പോലെയാണ് അവതരിപ്പിക്കുക. ഓരോന്നിനും തുടക്കവും ഒടുക്കവുമുണ്ട്. ഒരു അധ്യായത്തിൽ തൻ്റെ ചെറുപ്പത്തിൽ അച്ഛൻ തന്നെയും കൂട്ടി വാഴക്കുല വിൽക്കാൻ കോഴിക്കോട് ചന്തയിലെത്തിയ കഥ പറയുന്നുണ്ട്. ചന്തയിൽ നിറയെ തടിച്ച് മുഴുത്ത കുലകളാണ് ഇരിക്കുന്നത്. അതിനിടയിൽ തങ്ങളുടെ പ്രാരാബ്ധ കുലകൾ ആരും ഗൗനിച്ചതേയില്ല. വൈകിയപ്പോൾ ആരും വാങ്ങിക്കാതെ അവസാനം വളരെ കുറഞ്ഞ വിലയ്ക്ക് കുലകൾ വിൽക്കേണ്ടി വന്നു. അതുകൊണ്ട് വണ്ടിക്കൂലി പോലും മറ്റുള്ളവരോട് ഇരുന്ന് വാങ്ങിയാണ് അച്ഛനും മകനും തിരികെ വന്നത്. അങ്ങോട്ട് പോകുമ്പോൾ ചന്തയിൽ നിന്നും തിരികെ വാങ്ങിക്കൊണ്ടുവരേണ്ട സാധനങ്ങളുടെ ഒരു വലിയ ലിസ്റ്റ് അമ്മ തന്നിട്ടുണ്ടായിരുന്നു. ഒന്നും വാങ്ങിക്കാൻ പറ്റിയില്ല. മാഷിൻ്റെ തന്നെ വാക്കുകൾ ഇങ്ങനെയാണ്: തിരികെ എത്തുമ്പോൾ പാനീസുമായി അമ്മ പടിപ്പുരയിൽ ഉണ്ടായിരുന്നു. തങ്ങളുടെ അവസ്ഥ വിവരിച്ചിട്ടൊന്നും അമ്മ സമ്മതിച്ചതേയില്ല. വീണ്ടും വീണ്ടും ശബ്ദമുയർത്തി തർക്കിച്ചുകൊണ്ടേയിരുന്നു. അവസാനം ഗതികെട്ട് അച്ഛൻ ഉറിക്കയറ് അഴിച്ച് അമ്മയെ അടിച്ചുവത്രേ. അതുപോലെ തന്നെ മറ്റൊരിടത്ത് പറയുന്നു, അച്ഛന് യാത്രകൾ തുടങ്ങുമ്പോൾ എപ്പോഴും വലിയ ധാരാളിത്തമാണ്, പിന്നീടാണ് അത് ദാരിദ്ര്യത്തിലേക്ക് എത്തുക. ഒടുവിലത്തെ യാത്രയും അങ്ങനെ തന്നെ ആയിരുന്നത്രേ. ഇദ്ദേഹം പറയുന്നു, താൻ അച്ഛനോടൊപ്പമാണ് ആദ്യമായി കാറിൽ കയറിയത്. തൻ്റെയും അമ്മയുടെയും അയൽക്കാരൻ ഒരാളുടെയും മടിയിലായിരുന്നു അച്ഛൻ്റെ വിറങ്ങലിച്ച ശരീരം. കാലുകൾക്ക് നീളം കൂടുതലായതുകൊണ്ട് ഡോറിന് പുറത്തേക്ക് നിന്നു. ഡോർ അടയ്ക്കാൻ പറ്റാഞ്ഞതുകൊണ്ട് അതൊരു കയറിട്ട് ബന്ധിച്ചിരുന്നു. കാറിൻ്റെ ഡോറിൻ്റെ ഇടയിലൂടെ അന്നത്തെ നല്ല മഴയും കാറ്റുമൊക്കെ അകത്തേക്ക് വരുന്നുണ്ടായിരുന്നു. കാറിൻ്റെ വൈപ്പർ സാവധാനത്തിൽ നിരങ്ങി നീങ്ങിക്കൊണ്ടിരുന്നു. വളരെ ഹൃദയസ്പർശിയായ വിവരണമായിട്ടാണ് നമുക്കിത് തോന്നുക. അതുപോലെ തന്നെ അമാനുഷ്യരായ കഥാപാത്രങ്ങളൊന്നും ഈ കോന്തല എന്ന് പറയുന്ന ഓർമ്മ പുസ്തകത്തിലേക്ക് കടന്നു വരുന്നില്ല. ഒത്തിരി പ്രത്യേകതകളുള്ളവരുമല്ല, പക്ഷേ എന്തൊക്കെയോ ചില പ്രത്യേകതകൾ എല്ലാവരിലും കാണാനുമുണ്ട്. മാധു എന്ന് പറയുന്ന ഒരു സ്ത്രീ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട്. ഈ മാധു മരണ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ സംഭവിക്കുന്ന മാറ്റങ്ങൾ, അതായത് സാധാരണ മരണ വീടുകളിൽ ശ്രുതിയും താളവും ഒന്നുമില്ലാതെ ശബ്ദം കുറഞ്ഞുള്ള കരച്ചിലുകൾ വല്ലപ്പോഴുമാണ് കേട്ടിരുന്നെങ്കിൽ മാധുവിൻ്റെ രംഗപ്രവേശത്തോടെ ആ രംഗമാകെ ഉണരുകയാണ്. അതേവരെ അടക്കി വെച്ചിരുന്ന നിലവിളികൾ മുഴുവൻ പുറത്തു വരുമത്രേ. മറ്റൊരു കഥാപാത്രമാണ് പൊട്ടൻ മാണി. എത്ര നേരം വേണേലും കുന്തിച്ചിരിക്കാൻ സാധിക്കുന്ന, സംസാരിക്കാത്ത, പ്രത്യേകിച്ച് ഭാഷയൊന്നും അറിയാത്ത, എന്തിനും കുലുങ്ങിച്ചിരിക്കുന്ന പൊട്ടൻ മാണി. മറ്റൊരു സ്ത്രീ കഥാപാത്രത്തെ കൂടി അദ്ദേഹം വളരെ ഭംഗിയായിട്ട് നമ്മുടെ മുൻപിൽ തരുന്നുണ്ട്. രോഹിണി എന്ന സുന്ദരിയായ സ്ത്രീ മറ്റേതോ നാട്ടിൽ നിന്നും വയനാട്ടിൽ താമസിക്കാൻ വന്നതാണ്. അവരും അവരുടെ ഭർത്താവും അടുത്തുള്ള ജോലികളൊക്കെ ചെയ്താണ് ജീവിക്കുന്നത്. പക്ഷെ അവർ രണ്ടുപേരും തന്നെ ആയിരിക്കുമ്പോൾ പോലും രോഹിണി ഒരു വട്ടം പോലും ആ പങ്കാളിയുടെ മുഖത്തേക്ക് നോക്കാനാവാത്തത്ര അദ്ദേഹത്തെ മടുത്തു കഴിഞ്ഞിരുന്നു എന്നൊരു വാചകമുണ്ട്. ഇവരെയൊക്കെ പരിചയപ്പെടുമ്പോൾ ഇവരിൽ ചിലരൊക്കെ നമ്മുടെ ഇടയിൽ ജീവിക്കുന്നവരെ പോലെ തന്നെ അതേ ഛായയിലുള്ളവരല്ലേ എന്ന് നമുക്കും സംശയം തോന്നുന്നുണ്ട്. തൻ്റെ അമ്മയോടുള്ള സ്നേഹവും അച്ഛനോടുള്ള ഭയം കലർന്ന ബഹുമാനവും ചേട്ടനോടുള്ള ആരാധനയും ഒക്കെ ദ്യോതിപ്പിക്കുന്ന വരികളേറെയുണ്ട് ഈ പുസ്തകത്തിൽ. അമ്മയെക്കുറിച്ച് പറയുന്നത് അത്രയൊന്നും പരിഷ്കാരമോ മോടിയോ ഉള്ള ആളായിരുന്നില്ല തൻ്റെ അമ്മ. പക്ഷേ അമ്മയുടെ ഇടപെടലിൻ്റെ രീതികൾ, അമ്മ പശുവിനെ കറക്കാൻ ചെല്ലുമ്പോൾ പലപ്പോഴും കറവ പറ്റിയ പശുവാണെങ്കിൽ പോലും അതിനോട് അനുവാദം ചോദിക്കും. പിന്നെ അതിനെ ഒന്ന് പുകഴ്ത്തും, അതിനെ ഒന്ന് തടവും, പിന്നീട് ഇടയ്ക്കൊക്കെ ചീത്തയും വിളിക്കും. എന്തായാലും ഒരു ഗ്ലാസ് പാലുമായിട്ടേ അമ്മ അവിടെ നിന്നും തിരികെ വരികയുള്ളൂ.
പിന്നെ മറ്റൊന്നുകൂടി അമ്മയെക്കുറിച്ച് പറയുന്നു, പ്രകൃതി കോപിച്ചിരിക്കുന്ന കാലാവസ്ഥയിൽ പോലും ഞങ്ങളൊക്കെ തലങ്ങും വിലങ്ങും കിടന്നുറങ്ങുന്നത് ഞങ്ങളുടെ ജീവൻ്റെ ചുമതല അമ്മയെ ഏൽപ്പിച്ചിട്ടാണ്. ഇതിൽ നിന്നും അമ്മയോടുള്ള സ്നേഹവും വിശ്വാസവും അമ്മയുടെ സംരക്ഷണത്തിലുള്ള ഉറപ്പുമൊക്കെ നമ്മൾ വായനക്കാരിലേക്കും കൂടി കടന്നു വരുന്നുണ്ട്. 20 ചെറിയ അധ്യായങ്ങളിലായിട്ടാണ് കഥാകാരൻ ഈ ഓർമ്മകളെ നമ്മുടെ മുൻപിൽ നിരത്തുന്നത്. വായിച്ചു കഴിയുമ്പോൾ നമുക്ക് തോന്നുന്നത് അല്പം കൂടി നീട്ടി എഴുതാമായിരുന്നില്ലേ എന്നാണ്. കാരണം ഇത് വയനാട്ടിലെ കഥയാണ്, അല്ലെങ്കിൽ വയനാട്ടിൽ നടന്ന സംഭവങ്ങളാണ്. പക്ഷേ അതോടൊപ്പം നഷ്ടബോധത്തിൻ്റെ, ദുഃഖത്തിൻ്റെ, വേദനയുടെ, കുടുംബ ബന്ധങ്ങളുടെ ഒക്കെ മനോഹരമായ ചിത്രങ്ങൾ നമ്മുടെ മുൻപിലേക്ക് കിട്ടുന്നുണ്ട്. ഗ്രാമീണ ഭംഗിയും അതിൻ്റെ നിഷ്കളങ്കതയും മുഴുവൻ വെളിവാക്കുന്ന വരികളാണ് കോന്തലയിലുള്ളത്. കോന്തലയിലുള്ളത്ര വയനാട് ഇന്ന് വയനാട്ടിലില്ല എന്ന് കഥാകാരൻ വർഷങ്ങൾക്ക് മുൻപേ പറഞ്ഞു വച്ചത് ഇന്ന് അനർത്ഥമാകുന്നുണ്ടല്ലോ എന്ന് നാം ഒരു ഞെട്ടലോടെ തിരിച്ചറിയുന്നുണ്ട്. പ്രിയമുള്ളവരെ, ശരിക്കും കോന്തല എന്നത് അയവിറക്കും തോറും മധുരിക്കുന്ന ഒരു വാക്ക് തന്നെയാണ്.